ഹലോ എവ്രി വൺ, എല്ലാവർക്കും ഈസോ പി സിയുടെ മറ്റൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് 10th ക്ലാസ്സിലെ സോഷ്യൽ സയൻസിലെ 5th ചാപ്റ്ററാണ് പൊതുജനാഭിപ്രായം ജനാധിപത്യത്തിൽ എന്ന് പറയുന്ന ചാപ്റ്റർ. ആദ്യം ഇതിലൊരു പേപ്പർ കട്ടിങ്സ് കൊടുത്തിട്ടുണ്ട്. അതെന്തിനെ കുറിച്ചാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ പൊതുജനാരോഗ്യ ബില്ലുമായി ബന്ധപ്പെട്ട് പൊതുജനങ്ങൾ, ജനപ്രതിനിധികൾ, വിവിധ സംഘടനാ പ്രതിനിധികൾ തുടങ്ങിയവരിൽ നിന്നും അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും സ്വരൂപിക്കുന്നതിനായി നൽകിയിരിക്കുന്ന വാർത്താക്കുറിപ്പാണിത്. ജനാധിപത്യ ക്രമത്തിൽ സർക്കാരുകൾ നയരൂപീകരണത്തിൻ്റെ ഭാഗമായി ഇത്തരത്തിൽ പൊതുജനങ്ങളുടെ അഭിപ്രായങ്ങൾ സ്വീകരിക്കാറുണ്ട്. അപ്പോൾ എന്താ പറഞ്ഞേക്കുന്നത്? ജനാധിപത്യ ക്രമത്തിൽ പൊതുജനങ്ങളുടെ അഭിപ്രായങ്ങൾ സർക്കാരൊക്കെ സ്വീകരിക്കാറുണ്ട് എന്നാണ് ഇങ്ങനെ പറഞ്ഞേക്കുന്നത്. ഇനി ഇവിടെ ഒരു ഗ്രാമസഭയുടെ ഒരു ഫോട്ടോ ആണ് കൊടുത്തേക്കുന്നത്. അവിടെ ഒരു കോൺവെർസേഷൻ നടക്കുകയാണ്. അവിടെ ഒരു സ്ത്രീ പറയാണ്, വഴിവിളക്ക് പലപ്പോഴും കത്താറേയില്ല, ഇത് വലിയ ബുദ്ധിമുട്ടുണ്ടാക്കുന്നു. ഒരു പ്രദേശത്തെ ജനങ്ങൾ ഒത്തുകൂടുന്ന പ്രാദേശിക സമിതിയായ ഗ്രാമസഭ അല്ലെങ്കിൽ വാർഡ് സഭയുടെ ചിത്രമാണ് മുകളിൽ നൽകിയിരിക്കുന്നത്. ജനങ്ങളെ ബാധിക്കുന്ന വികസന പ്രശ്നങ്ങൾ, മാലിന്യ സംസ്കരണ പ്രശ്നങ്ങൾ, പരിസ്ഥിതി മലിനീകരണം, കുടിവെള്ള പ്രശ്നം തുടങ്ങിയവ അവിടെ ചർച്ച ചെയ്യാറുണ്ടല്ലോ. ഗ്രാമസഭ അല്ലെങ്കിൽ വാർഡ് സഭയിൽ കൂടിയിരിക്കുന്നവരുടെ പൊതു അഭിപ്രായം പരിഗണിച്ചാണ് ഇത്തരം പ്രശ്നങ്ങളിൽ തീരുമാനം എടുക്കുന്നത്, അല്ലേ? ഒരു ഗ്രാമസഭ ഉണ്ടാകുമ്പോൾ അവിടെ അങ്ങനെ കുറേ പ്രശ്നങ്ങൾ നമ്മൾ ഉന്നയിക്കുമ്പോൾ മൊത്തം ആളുകളുടെയൊക്കെ ഒരു തീരുമാനം അനുസരിച്ചാണ് അവിടെ ഒരു പരിഹാരം ഉണ്ടാക്കുക. വിദ്യാലയത്തിലെ വാർഷികാഘോഷം സംഘടിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട് സംഘാടകർ നിങ്ങളിൽ നിന്ന് അഭിപ്രായങ്ങൾ തേടാറില്ലേ? ഇത് ജസ്റ്റ് കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു പോർഷനാണ് കേട്ടോ. അപ്പോൾ ഇങ്ങനെയാണ് അവിടെ അവരുടെ അഭിപ്രായങ്ങൾ പറയുന്നതെന്നൊക്കെയാണ് ചോദിക്കുന്നത്. അതൊന്നും നമുക്ക് ആവശ്യമില്ല. ഇനി പാഠാരംഭത്തിൽ നൽകിയിരിക്കുന്ന വാർത്ത പൊതുജനാരോഗ്യ വിഷയവുമായി ബന്ധപ്പെട്ടതാണ്. ജനാധിപത്യ വ്യവസ്ഥയുടെ അടിത്തറ രൂപീകരിക്കപ്പെടുന്നത് ജനങ്ങളുടെ കാഴ്ചപ്പാടിലൂടെയും താല്പര്യങ്ങളിലൂടെയും അഭിലാഷങ്ങളിലൂടെയുമാണ്. പൊതുജനാരോഗ്യം എന്നത് പൊതുസമൂഹത്തെ മുഴുവൻ ബാധിക്കുന്ന ഒരു പ്രധാനപ്പെട്ട വിഷയമാണ്. ഈ പൊതു വിഷയത്തിന്മേൽ പൊതുജനങ്ങൾക്കുള്ള അഭിപ്രായം ആരായുകയാണ് സർക്കാർ ചെയ്തിരിക്കുന്നത്. ഇത്തരത്തിൽ ജനങ്ങളെ ബാധിക്കുന്ന പൊതുവിഷയങ്ങളിന്മേലുള്ള ജനങ്ങളുടെ പൊതുവായ അഭിപ്രായമാണ് പൊതുജനാഭിപ്രായം. എന്താണ് പൊതുജനാഭിപ്രായം? ജനങ്ങളെ സംബന്ധിക്കുന്ന പൊതുവിഷയങ്ങളിന്മേലുള്ള അഭിപ്രായമാണ് പൊതുജനാഭിപ്രായം. ഇതൊരു വിഷയത്തിൽ സമൂഹത്തിലെ ജനങ്ങൾ പൊതുവായി സ്വീകരിക്കുന്ന നിലപാടോ അഭിപ്രായമോ ആകാം. പൊതുജനാഭിപ്രായങ്ങളിലൂടെ ശാക്തീകരിക്കപ്പെടുന്ന പൗരസമൂഹം ജനാധിപത്യത്തെ ശക്തിപ്പെടുത്തും. അവരുടെ അഭിപ്രായങ്ങളിലെ യുക്തിചിന്തയും ശാസ്ത്രീയ വീക്ഷണവും പൊതുജനാഭിപ്രായത്തെ ഗുണാത്മകമാക്കും. ഇതുവഴി സാമൂഹിക വിഷയങ്ങളിൽ ജാഗ്രതയുള്ള പൗരസമൂഹം രൂപപ്പെടും. അപ്പോൾ ഇവിടെ ഒരു പൗരസമൂഹത്തിനെ കുറിച്ച് പറഞ്ഞേക്കുവാണ്. പൗരസമൂഹം എന്ന് പറയുന്നത് പൊതു നന്മയ്ക്കായി പ്രവർത്തിക്കുന്ന വിവിധ സംഘടനകൾ, സംഘങ്ങൾ, വ്യക്തികൾ എന്നിവ ഉൾക്കൊള്ളുന്ന ജനാധിപത്യത്തിലെ ഒരു നിർണായക ആശയമാണ് പൗരസമൂഹം. അപ്പോൾ എന്താണ്? ജനാധിപത്യത്തിലെ ഒരു നിർണായക ആശയമാണ് പൗരസമൂഹം. അതിൽ എന്തൊക്കെ ഉൾപ്പെടുന്നുണ്ട്? വിവിധ സംഘടനകളുണ്ട്, സംഘങ്ങളുണ്ട്, വ്യക്തികളൊക്കെ ഉൾപ്പെടുന്നുണ്ട്. സ്വയം സന്നദ്ധതയോടെ സർക്കാർ നിയന്ത്രണങ്ങളോ ലാഭേച്ഛയോ കൂടാതെ വൈവിധ്യമാർന്ന താല്പര്യങ്ങളോടും കാഴ്ചപ്പാടുകളോടും കൂടി പ്രവർത്തിക്കുന്നവയാണ് പൗരസമൂഹത്തിൽ ഉൾപ്പെടുന്നത്. അപ്പം നമ്മൾ പൗരസമൂഹത്തെക്കുറിച്ച് പറഞ്ഞു. ഇനി പൊതുജനാഭിപ്രായത്തിൻ്റെ സവിശേഷതകളെക്കുറിച്ചാണ് പറഞ്ഞേക്കുന്നത്. സാമൂഹിക ജീവിതത്തിലും ഭരണതലത്തിലും രാഷ്ട്രീയ തലത്തിലുമെല്ലാം പൊതുജനാഭിപ്രായത്തിൻ്റെ സ്വാധീനം വളരെ വലുതാണ്. സമൂഹത്തിലെ ചില പ്രശ്നങ്ങൾ ഉത്തരവാദിത്തമുള്ള പൗരർ സമൂഹത്തിൻ്റെ ശ്രദ്ധയിൽപ്പെടുത്തുമ്പോഴാണ് പൊതുജനാഭിപ്രായം രൂപം കൊള്ളുന്നത്. പൊതുജനാഭിപ്രായം സർക്കാരിനുമേൽ ജനകീയ നിയന്ത്രണത്തിനുള്ള ഫലപ്രദമായ ഒരു മാർഗമാണ്. ജനാധിപത്യത്തെ ശാക്തീകരിക്കുന്ന സംവാദങ്ങളെ പൊതുജനാഭിപ്രായം പ്രോത്സാഹിപ്പിക്കുന്നു. ജനാധിപത്യത്തിൻ്റെ അടിസ്ഥാന ഘടകങ്ങളിലൊന്നായി പൊതുജനാഭിപ്രായത്തെ പരിഗണിക്കുന്നു. അപ്പം ജനാധിപത്യത്തിൻ്റെ അടിസ്ഥാന ഘടകങ്ങളിൽ ഒന്നാണെന്ത്? പൊതുജനാഭിപ്രായവും. പൊതുജനാഭിപ്രായത്തിൻ്റെ സവിശേഷതകളാണ് നമ്മൾ അടുത്ത് നോക്കാൻ പോകുന്നത്. അപ്പോൾ എന്തൊക്കെയാണ് പൊതുജനാഭിപ്രായത്തിൻ്റെ സവിശേഷതകൾ? പൊതുജനാഭിപ്രായം വൈവിധ്യമാർന്ന അഭിപ്രായങ്ങളെ പ്രതിഫലിപ്പിക്കുന്നു. അങ്ങനെയാണല്ലേ? നമ്മളിപ്പോൾ ഒരു ഗ്രാമസഭേൻ്റെ ഒക്കെ ഒരു എക്സാമ്പിൾ പറഞ്ഞ സ്ഥിതിക്ക് അവിടെ എങ്ങനെയാണ്? കുറേ ആളുകളുടെ അഭിപ്രായങ്ങളെയാണ് അതിൽ പ്രതിഫലിപ്പിക്കുന്നത്. പൊതുജനാഭിപ്രായം എന്നത് ഭൂരിപക്ഷം ആളുകളുടെയും കാഴ്ചപ്പാടുകളോ അഭിപ്രായങ്ങളോ ആകണമെന്ന് ഇല്ല. എന്നാൽ അതൊരു വിഷയത്തിന്മേലുള്ള പൊതുസമ്മതം ഉണ്ടാക്കുന്നു. സാഹചര്യങ്ങൾക്കും സമയത്തിനും പുതിയ അറിവുകൾക്കും അനുസരിച്ച്
പൊതുജന അഭിപ്രായം മാറാവുന്നതാണ്. അങ്ങനെയാണല്ലോ അല്ലേ? നമ്മളിപ്പോൾ ഓരോ സിറ്റുവേഷൻ അനുസരിച്ചും നമുക്ക് വേണ്ട വികസനമൊക്കെ അതിലൊക്കെ മാറ്റം വരുത്തണമെങ്കിൽ നമ്മുടെ അഭിപ്രായം അതിനനുസരിച്ചും മാറാവുന്നതാണ്. പൊതുജന അഭിപ്രായം എല്ലപ്പോഴും രാഷ്ട്രീയ കാര്യങ്ങളുമായി മാത്രമല്ല സാമൂഹിക, സാമ്പത്തിക, സാംസ്കാരിക കാര്യങ്ങളുമായി ബന്ധപ്പെട്ടും രൂപപ്പെടാറുണ്ട്. പൊതുജന അഭിപ്രായ പ്രകടനത്തിന് നിശ്ചിത ഭൂപ്രദേശം എന്ന പരിധി നിശ്ചയിക്കപ്പെട്ടിട്ടില്ല. ആർക്കും ഏത് പ്രദേശത്തു നിന്നും അവരുടെ അഭിപ്രായം പ്രകടിപ്പിക്കാവുന്നതാണ്. പൊതുജന അഭിപ്രായം ജനാധിപത്യപരമായ ആശയവിനിമയം ഉറപ്പാക്കുന്നു. പൊതുവായ ഒരു പ്രശ്നത്തിന്മേലുള്ള ആളുകളുടെ അഭിപ്രായമാണ് പൊതുജന അഭിപ്രായം എന്ന് നാം കണ്ടല്ലോ. വ്യക്തികളുടെ സാമൂഹിക, സാംസ്കാരിക പശ്ചാത്തലം, മനോഭാവം, വിശ്വാസങ്ങൾ, മുൻധാരണകൾ, നേതൃത്വ പാടവം, വിദ്യാഭ്യാസം മുതലായവയെല്ലാം പൊതുജന അഭിപ്രായത്തെ സ്വാധീനിക്കുന്ന ഘടകങ്ങളാണ്. ഇനി പൊതുജന അഭിപ്രായം രൂപപ്പെടുത്തുന്ന ഏജൻസികൾ ഏതൊക്കെയാണെന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. പൊതുജന അഭിപ്രായ രൂപീകരണം എന്നത് യാന്ത്രികമായതോ കൃത്യമായതോ സമയബന്ധിതമോ ആയ ഒരു പ്രക്രിയയല്ല. എപ്പോഴാണോ ഒരു പൊതുപ്രശ്നം സമൂഹത്തിൽ ഉയർന്നു വരുന്നത് അപ്പോഴെല്ലാം സമൂഹത്തിലെ വിവിധ വിഭാഗങ്ങൾ അവരുടെ അഭിപ്രായങ്ങളും കാഴ്ചപ്പാടുകളും പ്രകടിപ്പിക്കുന്നു. ഈ പ്രക്രിയയിൽ ചില അഭിപ്രായങ്ങൾക്ക് വലിയ സ്വീകാര്യത ലഭിക്കുകയും അതൊരു പൊതു അഭിപ്രായമായി ഉയർന്നു വരികയും ചെയ്യുന്നു. ഇങ്ങനെ ഔപചാരികവും അനൗപചാരികവുമായ പ്രക്രിയയിലൂടെയാണ് പൊതുജന അഭിപ്രായം രൂപപ്പെട്ടു വരുന്നത്. പൊതുജന അഭിപ്രായം വളർത്തുന്നതിലും അതിലൂടെ ജനാധിപത്യത്തെ ശാക്തീകരിക്കുന്നതിനും കുടുംബത്തിനും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും പ്രധാന പങ്കാണുള്ളത്. കൂടാതെ സമപ്രായ സംഘങ്ങളും മാധ്യമങ്ങളും രാഷ്ട്രീയ പാർട്ടികളും സാമൂഹിക സ്ഥാപനങ്ങളും സംഘടനകളും അഭിപ്രായ വോട്ടെടുപ്പും കലയും സാഹിത്യവുമെല്ലാം അവയുടേതായ ധർമ്മങ്ങൾ നിറവേറ്റുന്നു. ഇവയെല്ലാം പൊതുജന അഭിപ്രായം രൂപപ്പെടുത്തുന്ന വിവിധ ഏജൻസികളാണ്. ഇനി ഓരോന്നായിട്ട് നമുക്ക് പരിചയപ്പെടാം. ആദ്യം ഇവിടെ പറഞ്ഞേക്കുന്നത് കുടുംബം. കുടുംബം എങ്ങനെയാണ് പൊതുജന അഭിപ്രായം രൂപപ്പെടുന്നതിൽ സഹായിക്കുന്നതെന്നാണ് പറയാൻ പോകുന്നത്. അപ്പോൾ ഒരു കോൺവെർസേഷൻ ആണല്ലേ, ചൂട് കൂടി വരികയാണല്ലോ എന്ന് അച്ഛൻ പറയും. അപ്പം രണ്ട് മക്കളും അവരുടെ അറിവിലുള്ള കാര്യങ്ങൾ പറയുകയാണ്. ആഗോള താപനത്തെക്കുറിച്ച് പത്രവാർത്ത ഉണ്ടായിരുന്നു. ചൂട് കുറയ്ക്കാനായി നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും? മറ്റൊരു കുട്ടി ചോദിക്കുകയാണ്. അപ്പോൾ അമ്മ പറയാണ്, വൃക്ഷത്തൈകൾ നട്ടുപിടിപ്പിച്ചും മാലിന്യങ്ങൾ കത്തിക്കാതെ ശാസ്ത്രീയമായ രീതിയിൽ സംസ്കരിച്ചും നമുക്ക് ചൂടിൻ്റെ തീവ്രത കുറയ്ക്കാം. അങ്ങനെ ഭൂമിയെ സംരക്ഷിക്കാം. അപ്പോൾ ജസ്റ്റ് ഒരു കോൺവെർസേഷൻ ആണല്ലേ, ഒരു വീട്ടിൽ നടക്കുന്ന കോൺവെർസേഷൻ. രക്ഷിതാക്കളുമായിട്ടുള്ള നിങ്ങൾ ഇത്തരത്തിൽ ചർച്ചകളിൽ പങ്കെടുക്കാറുണ്ടല്ലോ. ഒരു കുട്ടിയുടെ സാമൂഹിക പ്രക്രിയ ആരംഭിക്കുന്നത് കുടുംബങ്ങളിൽ നിന്നാണ്. കുടുംബങ്ങളുടെ പരമ്പരാഗതമായ വിശ്വാസങ്ങൾ, ധാരണകൾ തുടങ്ങിയവ കുട്ടിയുടെ അഭിപ്രായ രൂപീകരണത്തെ സ്വാധീനിക്കാറുണ്ട്. കുടുംബത്തിൽ നടക്കുന്ന ചർച്ചകളിലും സംഭാഷണങ്ങളിലും കുട്ടി പങ്കാളിയോ സാക്ഷിയോ ആണ്. ഇതിൽ രാഷ്ട്രീയം, വിശ്വാസം, മതം, സാഹിത്യം തുടങ്ങിയവയെല്ലാം വിഷയമാകാറുണ്ട്. ഇത്തരത്തിൽ വിവിധങ്ങളായ വിഷയങ്ങളിന്മേലുള്ള കുട്ടിയുടെ അഭിപ്രായ രൂപീകരണത്തിൽ പ്രഥമ സ്വാധീനം കുടുംബമെന്ന സാമൂഹ്യ സ്ഥാപനത്തിനാണ്. ഇനി രണ്ടാമത്തെ ഏജൻസി ആയിട്ട് വരുന്നത് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളാണ്. ആദ്യത്തെ എന്തായിരുന്നു? കുടുംബം പറഞ്ഞു അല്ലേ നമ്മൾ. രണ്ടാമത്തേത് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ. അവിടെ ഒരു കോൺവെർസേഷൻ ഉണ്ട്. എന്താണ്? ടീച്ചർ പറയാണ്, നിങ്ങളുടെ പ്രദേശത്ത് കുടിവെള്ളക്ഷാമം അനുഭവപ്പെടാറുണ്ടോ എന്ന് കുട്ടികളോട് ചോദിക്കും. അപ്പം ഓരോ കുട്ടികളുടെ അഭിപ്രായങ്ങളാണ് പറയുന്നത്. വേനൽക്കാലത്തുണ്ടെന്ന് പറയും, ചിലർ പറയും മഴവെള്ളം സംഭരിക്കുന്ന ഇതിനൊരു പരിഹാരമാവില്ലേ എന്ന് പറയും. അങ്ങനെയെങ്കിൽ മഴവെള്ള സംഭരണവുമായി ബന്ധപ്പെട്ട് സ്കൂളിൽ നമുക്കൊരു സെമിനാർ സംഘടിപ്പിച്ചാലോ എന്ന് മറ്റൊരു കുട്ടിയും പറയാണ്. കുട്ടിയുടെ അറിവ് രൂപപ്പെടുന്നതിലും വികസിപ്പിക്കുന്നതിലും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ മുഖ്യ പങ്കാണ് വഹിക്കുന്നത്. അവകാശങ്ങൾ, കടമകൾ, ശാസ്ത്രീയ ചിന്ത, വിമർശനാത്മക ചിന്ത, സംസ്കാരം തുടങ്ങിയവയെല്ലാമുള്ള അറിവും നൈപുണ്യവുമെല്ലാം കൂട്ടി ആർജിച്ചെടുക്കുന്നത് പ്രധാനമായും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലൂടെയാണ്. വിദ്യാഭ്യാസ പ്രക്രിയ ഒരു വ്യക്തിയെ ഏതെങ്കിലും ഒരു വിഷയത്തിൽ സ്വതന്ത്രവും യുക്തിഭദ്രവുമായ അഭിപ്രായം രൂപപ്പെടുത്താൻ സഹായിക്കും. വിവിധ വിഷയങ്ങളിലുള്ള ധാരണകൾ കുട്ടികളിൽ രൂപപ്പെടുത്തുന്നതിന് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ പ്രധാന പങ്ക് വഹിക്കുന്നു. സ്കൂൾ പാർലമെൻറ്റ്, ക്ലബ്ബ് പ്രവർത്തനങ്ങൾ, കലാകായിക മേളകൾ തുടങ്ങി നിരവധിയായ വിദ്യാലയ പ്രവർത്തനങ്ങൾ കുട്ടികൾക്ക് ജനാധിപത്യ ബോധവും പൗരബോധവും നൽകുന്നതിനുള്ള പരിശീലന വേദികളാണ്. ഇത്തരം അവസരങ്ങൾ കുട്ടികൾക്ക് അഭിപ്രായ പ്രകടനത്തിലുള്ള ധാരാളം സാഹചര്യങ്ങൾ ഒരുക്കുകയും അതുവഴി അവർക്ക് പൊതുജന അഭിപ്രായത്തിനുള്ള നൈപുണ്യം ആർജിക്കുകയും ചെയ്യുന്നു. അപ്പോൾ ഈ ചാപ്റ്ററിൽ ഇങ്ങനെ ഞാൻ ജസ്റ്റ് വായിച്ചു പോവാണ്. അതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൽ പ്രത്യേകിച്ച് എക്സ്പ്ലെയിൻ ചെയ്യേണ്ടതോ അല്ലെങ്കിൽ നമുക്ക് എക്സാമിന് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നതോ ആയിട്ടുള്ള കാര്യങ്ങൾ
ഈ ഒരു പോർഷനിലൊന്നുമില്ല. അത് വരുന്ന സമയത്ത് ഞാനത് പ്രത്യേകം എടുത്ത് പറയുന്നതായിരിക്കും കേട്ടോ. ഇനി അടുത്തത് സമപ്രായ സംഘങ്ങൾ. അടുത്തത് സമപ്രായ സംഘങ്ങളുടെ അവരുടെ ഒരു കോൺവെർസേഷനാണ്. അപ്പോൾ ഇത് ഞാൻ ജസ്റ്റ് വായിക്കുകയാണ്. ഒരു കുട്ടി പറയുന്നു, ചുറ്റുമതിലിനടുത്തുള്ള മാലിന്യ കൂമ്പാരം, സ്കൂളിൻ്റെ ചുറ്റുമതിലിനടുത്തുള്ള മാലിന്യ കൂമ്പാരം നിങ്ങൾ കണ്ടിട്ടില്ലേ ചോദിക്കുന്നു. അപ്പോൾ ഓരോരുത്തരും അവർ കണ്ട കാര്യങ്ങളൊക്കെ ആയിട്ട് പറയുകയാണ്. അപ്പം വേറൊരു കുട്ടി പറയുകയാണ്, നമുക്ക് സ്കൂൾ അസംബ്ലിയിൽ ഒരു റോൾ പ്ലേ ഇതിനെ സംബന്ധിച്ച് അവതരിപ്പിച്ചാലോ എന്നൊക്കെ പറയുന്നുണ്ട്. സമപ്രായ സംഘങ്ങൾക്കിടയിലെ സംവാദങ്ങൾ, ചർച്ചകൾ തുടങ്ങിയവ പൊതുജനാഭിപ്രായ രൂപീകരണത്തെ സ്വാധീനിക്കുന്ന മറ്റൊരു ഘടകമാണ്. വ്യക്തിത്വം, മനോഭാവം, പെരുമാറ്റം തുടങ്ങിയവയിൽ സമപ്രായ സംഘങ്ങളിലെ അംഗങ്ങൾ ഏതാണ്ട് പൊതു സ്വഭാവം പുലർത്തുന്നു. വ്യക്തിപരമായ അനുഭവങ്ങൾ, സാമൂഹിക സ്വാധീനം എന്നിവയെല്ലാം ഇവർ ചില പൊതുവായ സവിശേഷതകൾ പങ്കുവയ്ക്കുന്നുണ്ട്. സർക്കാർ നയങ്ങളോടുള്ള സമീപനം, വിവിധ വിഷയങ്ങളിൽ പുലർത്തുന്ന മനോഭാവം, രാഷ്ട്രീയ പാർട്ടികളോടുള്ള സമീപനം എന്നിവയെല്ലാം സമപ്രായ സംഘങ്ങളിലെ അംഗങ്ങൾക്ക് പരസ്പരം സ്വാധീനിക്കാൻ കഴിയും. ആ നിലയ്ക്ക് പൊതുജനാഭിപ്രായങ്ങൾ ഉയർത്തിക്കൊണ്ടുവരാനും നിലവിലുള്ളവയെ തിരുത്താനും ശരിയായ അഭിപ്രായങ്ങളിലേക്ക് എത്താനും സമപ്രായ സംഘങ്ങളിലെ ചർച്ചകൾ സഹായകമാണ്. ഇങ്ങനെ സമപ്രായ സംഘങ്ങളിലെ സംവാദങ്ങളും ചർച്ചകളും പൊതുജനാഭിപ്രായ രൂപീകരണത്തിലേക്ക് നയിക്കുന്നു. അപ്പോൾ എന്താണ് സമപ്രായ സംഘങ്ങൾ എന്നുള്ളത് ഒരു ബോക്സിൻ്റെ അകത്ത് കൊടുത്തിട്ടുണ്ട്. സമാന പ്രായവും ഒരേ താല്പര്യങ്ങളും ലക്ഷ്യങ്ങളുമുള്ള സംഘങ്ങളാണ് സമപ്രായ സംഘങ്ങൾ. സമപ്രായ സംഘങ്ങൾ അവരുടെ വിശ്വാസങ്ങൾ, മൂല്യങ്ങൾ, ആശയങ്ങൾ എന്നിവയിലെല്ലാം സമാനത പുലർത്തുന്നുണ്ട്. ഇനി നാലാമത്തെ ഒരു ഏജൻസിയാണ് മാധ്യമങ്ങൾ. ഇപ്പോൾ എന്തൊക്കെ നമ്മൾ പറഞ്ഞു? കുടുംബം പറഞ്ഞു അല്ലേ, വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ പറഞ്ഞു, പിന്നെ സമപ്രായ സംഘങ്ങൾ പറഞ്ഞു, നാലാമത്തേത് മാധ്യമങ്ങൾ. പൊതുജനാഭിപ്രായം രൂപീകരിക്കുന്നതിൽ സുപ്രധാനമായ പങ്കാണ് മാധ്യമങ്ങൾക്കുള്ളത്. അച്ചടി മാധ്യമങ്ങളിലൂടെയും റേഡിയോ, ടെലിവിഷൻ തുടങ്ങിയ പരമ്പരാഗത മാധ്യമങ്ങളിലൂടെയും ഡിജിറ്റൽ മീഡിയ, സാമൂഹിക മാധ്യമങ്ങൾ തുടങ്ങിയ നവമാധ്യമങ്ങളിലൂടെയും ലഭ്യമാകുന്ന വാർത്തകളും ചർച്ചകളും പരസ്യ പരിപാടികളും ജനങ്ങളിൽ വലിയ സ്വാധീനം ചെലുത്തുന്നുണ്ട്. ഒരു വിഷയം പൊതുജന ശ്രദ്ധയിൽ കൊണ്ടുവരുന്നതിനും അതിൽ പൊതുജനാഭിപ്രായം രൂപീകരിക്കുന്നതിനും മാധ്യമങ്ങൾക്ക് കഴിയുന്നു. അപ്പോൾ ഏതൊക്കെ മാധ്യമങ്ങളുണ്ട്? ഒന്നാമത്തെ തന്നെ പത്രം. എല്ലാ സാമൂഹിക രാഷ്ട്രീയ സംഭവങ്ങളെയും പൊതുജനങ്ങൾക്ക് മുന്നിൽ എത്തിക്കുന്നതിൽ പ്രധാന പങ്കാണ് പത്രങ്ങൾക്കുള്ളത്. ആനുകാലിക പ്രശ്നങ്ങളെ ജനങ്ങളിലേക്ക് എത്തിച്ചും തിരിച്ച് ജനങ്ങളുടെ അഭിപ്രായം സർക്കാരിന് മുന്നിൽ എത്തിച്ചും ജനാധിപത്യ പ്രക്രിയയെ ശക്തമാക്കാൻ പത്രങ്ങൾക്ക് കഴിയുന്നു. ആ നിലയ്ക്ക് പൊതുജനാഭിപ്രായ രൂപീകരണത്തിൽ പത്രങ്ങൾക്ക് മുഖ്യ സ്ഥാനമാണുള്ളത്. ഇവിടെ നമുക്ക് ഗാന്ധിജീൻ്റെ എൻ്റെ സത്യാന്വേഷണ പരീക്ഷണങ്ങൾ എന്ന് പറഞ്ഞ ആ ഒരു ബുക്കിൻ്റെ അകത്തുള്ള ഒരു പ്രത്യേക കോട്ട് കൊടുത്തിട്ടുണ്ട്. അതിലെന്താണ് ഗാന്ധിജി പറയുന്നത്? പത്രപ്രവർത്തനത്തിൻ്റെ ഏക ലക്ഷ്യം സേവനമായിരിക്കണമെന്ന് ഇന്ത്യൻ ഒപ്പീനിയൻ തുടങ്ങി ആദ്യ മാസം തന്നെ ഞാൻ മനസ്സിലാക്കി. അപ്പോൾ ഇവിടെ നമുക്കൊരു ക്വസ്റ്റ്യൻ ഉണ്ട്. എന്താണ് ക്വസ്റ്റ്യൻ? ഇന്ത്യൻ ഒപ്പീനിയൻ എന്ന് പറയുന്നത് ആരുടെ കൃതിയാണെന്ന് ചോദിക്കും. അത് ആരുടെയാണ്? ഇന്ത്യൻ ഒപ്പീനിയൻ എന്ന് പറയുന്നത് ഗാന്ധിജിയുടെ ബുക്കാണ്. അത് ഓർത്ത് വെക്കണേ. അപ്പോൾ എന്താ പറഞ്ഞത്? പത്രപ്രവർത്തനത്തിൻ്റെ ഏക ലക്ഷ്യം സേവനമായിരിക്കണമെന്ന് ഇന്ത്യൻ ഒപ്പീനിയൻ തുടങ്ങി ആദ്യ മാസം തന്നെ ഞാൻ മനസ്സിലാക്കി. പത്രങ്ങൾ വലിയൊരു ശക്തിയാണ്. എന്നാൽ നിയന്ത്രിക്കാത്ത ജനപ്രവാഹം എല്ലാ പ്രശ്നങ്ങളെയും വെള്ളത്തിലാഴ്ത്തുകയും വിളകൾ നശിപ്പിക്കുകയും ചെയ്യുന്നത് പോലെ തന്നെ അനിയന്ത്രിതമായ തൂലിക നാശമേ ഉണ്ടാക്കൂ. നിയന്ത്രണം പുറത്തുനിന്നാണെങ്കിൽ അത് നിയന്ത്രണാരഹിത്യത്തേക്കാൾ അപകടകരമായിരിക്കും. ഉള്ളിൽ നിന്ന് നിയന്ത്രണം വന്നാലേ ഗുണപ്രദമാകൂ. ഈ ചിന്താഗതി ശരിയാണെങ്കിൽ ലോകത്തിലെ എത്ര പ്രസിദ്ധീകരണങ്ങൾ ഈ പരീക്ഷയിൽ ജയിക്കും? വിജയിക്കാത്തവയെ നിർത്തലാക്കാൻ ആർക്ക് കഴിയും? രണ്ടിൻ്റെയും നന്മ തിന്മകൾ ആര് വിധിക്കും? ഗുണമുള്ളതും ഇല്ലാത്തതും നന്മയും തിന്മയും പോലെ ഒരുമിച്ച് നിൽക്കും. മനുഷ്യന് ഇതിൽ നിന്ന് തിരഞ്ഞെടുക്കേണ്ടതായും വരും. അപ്പോൾ ഇതിൻ്റെ അകത്ത് നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഇപ്പം ഒന്ന് ഞാൻ പറഞ്ഞത് ഇന്ത്യൻ ഒപ്പീനിയൻ, അതെന്തായാലും പഠിക്കണേ. ഇന്ത്യൻ ഒപ്പീനിയൻ എന്ന് പറയുന്നത് ഗാന്ധിജീൻ്റെ കൃതിയാണ്. ഇതിൽ ഞാൻ കൃതി എന്നായിപ്പോയി പറഞ്ഞത്. ഇന്ത്യൻ ഒപ്പീനിയൻ എന്ന് പറയുന്നത് പത്രമാണ് കേട്ടോ, ഗാന്ധിജിയുടെ പത്രമാണ്. അപ്പോൾ അതിലാണ് ഗാന്ധിജി ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ടുള്ളത്. അതിലാണെന്നല്ല, അതിൽ ആ പത്രം തുടങ്ങി കുറച്ച് കഴിഞ്ഞപ്പോഴാണ് ഗാന്ധിജി ഇങ്ങനെ ഒരു തോട്ട് ഉണ്ടായെന്നൊക്കെയാണ് ഈ ഒരു കോട്ടിൻ്റെ അകത്ത് പറഞ്ഞേക്കുന്നത്. ഇനി പത്രങ്ങളുടെ സ്വാധീനത്തെക്കുറിച്ച് ഗാന്ധിജിയുടെ അഭിപ്രായം വായിച്ചല്ലോ. പൊതുജനാഭിപ്രായം രൂപീകരിക്കുന്നതിൽ മാത്രമല്ല അവയെ മാറ്റിമറിക്കാനും ചില താല്പര്യങ്ങൾക്കനുസരിച്ച് തിരിച്ചുവിടാനും പത്രവാർത്തകളിലൂടെ കഴിയും.
ചിലപ്പോൾ ചില വാർത്തകൾ വസ്തുതാപരമാകണമെന്നില്ല. സമൂഹത്തിൽ പൊതുജനാഭിപ്രായത്തെ വഴിതിരിച്ചു വിടാനും സമൂഹത്തെ തെറ്റായി നയിക്കാനും ചില വാർത്തകൾ കാരണമാകാറുണ്ട്. നിക്ഷിപ്ത താൽപ്പര്യങ്ങൾ വച്ച് തെറ്റായ വാർത്തകൾ ഓൺലൈൻ പത്രങ്ങളിലൂടെയും മറ്റു ജനങ്ങളിലേക്ക് എത്തിക്കാറുണ്ട്. വാർത്തകളിൽ പക്ഷപാതരഹിതമായ സമീപനവും കൃത്യതയും പലപ്പോഴും മാധ്യമങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നില്ല എന്ന വിമർശനം സമൂഹത്തിൽ നിലനിൽക്കുന്നുണ്ട്. രണ്ടാമത്തെ ഒരു മാധ്യമമാണ് റേഡിയോ അല്ലെങ്കിൽ ടെലിവിഷനൊക്കെ. സാമൂഹിക ജീവിതത്തിൻ്റെ കണ്ണാടിയായി റേഡിയോയും ടെലിവിഷനും വർത്തിക്കുന്നു. പത്രമാധ്യമങ്ങൾ സാക്ഷര സമൂഹത്തെ മാത്രം പരിഗണിക്കുമ്പോൾ റേഡിയോയും ടെലിവിഷനും നിരക്ഷര സമൂഹത്തിൻ്റെ കൂടി ചിന്തകളെയും അറിവുകളെയും പരുവപ്പെടുത്തുന്നതിൽ പ്രധാന പങ്കുവഹിക്കുന്നു. അതെങ്ങനെയാണ്? ഈ കാഴ്ചയില്ലാത്തവർക്കും അല്ലെങ്കിൽ എഴുതാനുള്ള അറിവൊന്നും ഇല്ലാത്തവർക്കും ജസ്റ്റ് കേട്ടിട്ട് തന്നെ റേഡിയോയിലൂടെയും ടെലിവിഷനിലൂടെയും ഒക്കെ വാർത്തകൾ അറിയാൻ വേണ്ടി പറ്റും. സർക്കാരിൻ്റെ വിവിധ നയങ്ങളും പരിപാടികളെയും കുറിച്ച് ജനങ്ങൾക്കുള്ള അഭിപ്രായങ്ങളും ചിന്തകളും സമൂഹത്തിൽ പങ്കുവയ്ക്കുന്നതിൽ റേഡിയോയും ടെലിവിഷനും വഹിക്കുന്ന പങ്ക് ചെറുതല്ല. ഞാൻ പറഞ്ഞല്ലോ, ഈ ഒരു പോർഷനൊന്നും നമുക്ക് അത്ര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമല്ല, ജസ്റ്റ് എന്നാലും ഒന്ന് വായിച്ചു വിടുകയാണ്. അടുത്തത് സാമൂഹിക മാധ്യമങ്ങൾ. കാലിക പ്രസക്തമായ ഒരു വാർത്തയുമായി ബന്ധപ്പെട്ട് ജനങ്ങളുടെ പ്രതികരണം ശ്രദ്ധിച്ചല്ലോ. എന്താണ് പ്രതികരണം? ഇവിടെ കൊടുത്തിട്ടുള്ളതാണ് കേട്ടോ പ്രതികരണം. മുഖ്യധാര മാധ്യമങ്ങളിലെ പോലെ ഏതൊരു വിഷയത്തിലും പൊതുജനാഭിപ്രായം രൂപപ്പെടുത്തുന്നതിൽ സാമൂഹിക മാധ്യമങ്ങൾക്കും ഇന്ന് പ്രമുഖ സ്ഥാനമാണുള്ളത്. ഇനി സാമൂഹിക മാധ്യമങ്ങളിലൂടെ പ്രചരിക്കപ്പെട്ട ഒരു വ്യാജ വാർത്തയും ആ വാർത്തയുടെ യഥാർത്ഥ വസ്തുക്കളും ഉൾപ്പെടുത്തിയിട്ടുള്ള കളക്ടറുടെ വിശദീകരണം ഉൾക്കൊള്ളുന്ന വാർത്താക്കുറിപ്പുമാണ് മുകളിൽ നൽകിയിരിക്കുന്നത്. ഇതാണ് കേട്ടോ ആ വാർത്താക്കുറിപ്പ്. ഇത്തരം വ്യാജ വാർത്തകളും സന്ദേശങ്ങളും പ്രചരിക്കുന്നതിനെ പ്രതിരോധിക്കാനായി നാം എന്തെല്ലാം മാർഗങ്ങളാണ് സ്വീകരിക്കേണ്ടത്? വാർത്തകളുടെയും സന്ദേശങ്ങളുടെയും സത്യസന്ധത ഉറപ്പുവരുത്തുന്നതിനായി യഥാർത്ഥ ഉറവിടം കണ്ടെത്തൽ. വ്യാജ വാർത്തകളും സന്ദേശങ്ങളുമാണ് എന്ന് തിരിച്ചറിയുന്ന പക്ഷം അത് മറ്റുള്ളവരുമായി പങ്കിടാതിരിക്കൽ. സൈബർ സെൽ പോലുള്ള ഔദ്യോഗിക സംവിധാനങ്ങളെ അറിയിക്കൽ. ആധുനിക കാലത്ത് സമൂഹത്തിലെ ഭൂരിഭാഗം ആളുകളും ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകൾ വഴി ആശയവിനിമയം നടത്തുന്നവരാണ്. ഇത്തരം ഡിജിറ്റൽ ഇടങ്ങളിലുള്ള ചതിക്കുഴികൾ ഓരോരുത്തരും തിരിച്ചറിയേണ്ടതാണ് അനിവാര്യമാണ്. അതിനായി നാം മാധ്യമ സാക്ഷരതയും ഡിജിറ്റൽ സാക്ഷരതയും ആർജിച്ചെടുക്കേണ്ടതുണ്ട്. വിവിധ മാധ്യമ രൂപങ്ങളിലൂടെ ലഭിക്കുന്ന സന്ദേശങ്ങളെ പ്രാപ്യമാക്കാനും വിശകലനം ചെയ്യാനും വിലയിരുത്താനും പുതിയ സന്ദേശങ്ങൾ സൃഷ്ടിക്കാനും വിനിമയം നടത്താനുമുള്ള കഴിവാണ് മാധ്യമ സാക്ഷരത. മാധ്യമ ഉള്ളടക്കം എങ്ങനെ നിർമ്മിക്കുന്നുവെന്നും അത് നമ്മുടെ ധാരണകളെ എങ്ങനെ രൂപപ്പെടുത്തുന്നുവെന്നും വാർത്തകളെയും സന്ദേശങ്ങളെയും വിമർശനാത്മകമായി എങ്ങനെ വ്യാഖ്യാനിക്കണമെന്നതുമെല്ലാം ഇതിൽ ഉൾപ്പെടുന്നു. ഡിജിറ്റൽ ഇടങ്ങളിൽ നിന്ന് വിവരങ്ങൾ കണ്ടെത്തുന്നതിനും വിലയിരുത്തുന്നതിനും ഡിജിറ്റൽ ഉപകരണങ്ങളും സാങ്കേതിക വിദ്യകളും ഫലപ്രദമായി ഉപയോഗിക്കുന്നതിനുമുള്ള കഴിവാണ് ഡിജിറ്റൽ സാക്ഷരത. അപ്പോൾ ഡിജിറ്റൽ സാക്ഷരത എന്താണ്? ഡിജിറ്റൽ ഇടങ്ങളിൽ നിന്ന് വിവരങ്ങൾ കണ്ടെത്തുന്നതിനും വിലയിരുത്തുന്നതിനും ഡിജിറ്റൽ ഉപകരണങ്ങളും സാങ്കേതിക വിദ്യകളും ഫലപ്രദമായി ഉപയോഗിക്കുന്നതിനുമുള്ള കഴിവാണ് ഡിജിറ്റൽ സാക്ഷരത. അടിസ്ഥാന കമ്പ്യൂട്ടർ പരിജ്ഞാനം, ഇൻ്റർനെറ്റിൻ്റെ ഫലപ്രദമായ ഉപയോഗം, ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകൾ നാവിഗേറ്റ് ചെയ്യൽ, ഓൺലൈൻ ഉള്ളടക്കം വിമർശനാത്മകമായി വിലയിരുത്തൽ, സൈബർ അവബോധം തുടങ്ങിയവയെല്ലാം ഇതിൽ ഉൾപ്പെടുന്നു. മാധ്യമ സാക്ഷരത ഉള്ളടക്കത്തിലും അതിൻ്റെ വ്യാഖ്യാനത്തിലുമെല്ലാം ശ്രദ്ധ കേന്ദ്രീകരിക്കുമ്പോൾ ഡിജിറ്റൽ സാക്ഷരത പ്രധാനമായും ഉപകരണങ്ങളെയും പ്ലാറ്റ്ഫോമുകളെയും പരിഗണിക്കുന്നു. അടുത്തത് അഞ്ചാമത്തെ ഏജൻസി ആയിട്ടുള്ള രാഷ്ട്രീയ പാർട്ടികളും അവയുടെ പ്രവർത്തനങ്ങളും. ജനാധിപത്യ ഭരണക്രമത്തിൽ പൊതുജനങ്ങളുടെ അഭിപ്രായം രൂപീകരിക്കാനും സമാഹരിക്കാനും മുൻപന്തിയിൽ നിൽക്കുന്നത് രാഷ്ട്രീയ പാർട്ടികളും അവയുടെ പ്രവർത്തനങ്ങളുമാണ്. ഭരണ നേതൃത്വത്തിലുള്ള പാർട്ടികളും പ്രതിപക്ഷത്തുള്ള പാർട്ടികളും പൊതുജനാഭിപ്രായ രൂപീകരണത്തിൽ ഒരുപോലെ പങ്കുവഹിക്കുന്നുണ്ട്. പൊതുജനങ്ങളെ പൊതുപ്രശ്നങ്ങളെക്കുറിച്ച് ചിന്തിപ്പിക്കുന്നതിനായി രാഷ്ട്രീയ ബോധമുള്ളവരാക്കി മാറ്റുക എന്നതാണ് രാഷ്ട്രീയ പാർട്ടികളുടെ പ്രധാന ലക്ഷ്യം. ഓരോ രാഷ്ട്രീയ പാർട്ടിയും അവർക്കനുകൂലമായ പൊതുജനാഭിപ്രായം രൂപപ്പെടുത്തുന്നതിനായി പത്രമാധ്യമങ്ങൾ, ജേണലുകൾ, ലഘുലേഖകൾ, പ്രകടന പത്രികകൾ, പോസ്റ്ററുകൾ തുടങ്ങിയവ പ്രസിദ്ധീകരിക്കാറുണ്ട്. അതോടൊപ്പം സമ്മേളനങ്ങൾ, പ്രകടനങ്ങൾ, റാലികൾ, സെമിനാറുകൾ തുടങ്ങിയവയും പൊതുജനാഭിപ്രായ രൂപീകരണത്തിനായി സംഘടിപ്പിക്കാറുണ്ട്. ഭരിക്കുന്ന പാർട്ടികൾ അവർക്കനുകൂലമായി സർക്കാരിൻ്റെ നയപരിപാടികൾക്ക് പ്രചരണം നൽകാൻ ശ്രമിക്കുന്നു.
അതിനുവേണ്ട പ്രചരണ തന്ത്രങ്ങൾ ആവിഷ്കരിക്കുകയും ചെയ്യുന്നു. പ്രതിപക്ഷ പാർട്ടികളാകട്ടെ ഭരണതലത്തിലെ പോരായ്മകളും വീഴ്ചകളും ജനമാധ്യമത്തിൽ എത്തിക്കുന്നു. സർക്കാരിനെതിരായ പൊതുജനാഭിപ്രായ രൂപീകരണത്തെ സഹായിക്കുന്ന സമരങ്ങളും പ്രചരണങ്ങളും അവർ ഏറ്റെടുക്കുന്നു. അധികാരം നേടിയെടുത്ത് ആശയങ്ങൾ പ്രചരിക്കാനുള്ള താല്പര്യമാണ് എല്ലാ രാഷ്ട്രീയ പാർട്ടികൾക്കുമുള്ളത്. തിരഞ്ഞെടുപ്പ് ഘട്ടങ്ങളിൽ അധികാരത്തിൽ വന്നാൽ നടപ്പാക്കുന്ന കാര്യങ്ങൾ ഓരോ പാർട്ടിയും മുന്നണിയും പ്രകടന പത്രികയിലൂടെ അവതരിപ്പിച്ച് പരമാവധി ജനപിന്തുണ സമാഹരിക്കാൻ ശ്രമിക്കുന്നു. സമൂഹവും ഭരണകൂടവും നേരിടുന്ന എല്ലാ പ്രധാന പ്രശ്നങ്ങളിലും ഇടപെടാനും അഭിപ്രായം രൂപീകരിക്കാനും രാഷ്ട്രീയ പാർട്ടികൾ ശ്രദ്ധിക്കാറുണ്ട്. ഓരോ പാർട്ടിയും അതിൻ്റെ കാഴ്ചപ്പാടുകളും ആശയങ്ങളും അവതരിപ്പിച്ചുകൊണ്ട് ജനങ്ങളെ തങ്ങളുടെ പക്ഷത്ത് അണിനിരത്തുവാൻ ശ്രമിക്കുന്നു. അതോടൊപ്പം ജനങ്ങളെ പൊതുകാര്യങ്ങളിൽ ഇടപെടുന്നതിനും തിരഞ്ഞെടുപ്പ് പ്രക്രിയയിൽ സക്രിയരാക്കാനും പ്രാപ്തരാക്കുന്നു. തിരഞ്ഞെടുപ്പിൽ മത്സരിച്ച് ജയിക്കുക മാത്രമല്ല, തിരഞ്ഞെടുപ്പിന് ശേഷവും പൊതുപ്രശ്നങ്ങളിൽ രാഷ്ട്രീയ പാർട്ടികൾ പ്രചാരണം നടത്തേണ്ടിയിരിക്കുന്നു. തിരഞ്ഞെടുപ്പ് പ്രചരണ ഘട്ടങ്ങളിൽ പൊതുജനാഭിപ്രായം തങ്ങൾക്ക് അനുകൂലമായാൽ ഓരോ രാഷ്ട്രീയ പാർട്ടിയും അവരുടേതായ നിലപാടുകൾ വ്യക്തമാക്കാൻ ശ്രമിക്കാറുണ്ട്. രാഷ്ട്രീയ പാർട്ടികളുടെ പ്രചരണ പ്രവർത്തനങ്ങൾ അതിരുവിടുമ്പോൾ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇടപെട്ട് നിയന്ത്രിക്കുന്നത് പതിവാണ്. ഈ വായിച്ചതൊക്കെ നമുക്ക് അറിയുന്ന കാര്യങ്ങൾ തന്നെയാണ്. പിന്നെ ഇത് ചെറിയ കുട്ടിക്ക് പഠിക്കാനുള്ള ഒരു ബുക്കായതുകൊണ്ട് തന്നെ അവർക്ക് മനസ്സിലാവുന്ന രീതിയിൽ ജസ്റ്റ് എക്സ്പ്ലെയിൻ ചെയ്ത് ഇങ്ങനെ കൊടുത്തേക്കാണ് കേട്ടോ. ചാപ്റ്ററിൽ മൊത്തം, ഈ ഒരു ചാപ്റ്റർ മൊത്തം. ഇതിൻ്റെ അകത്ത് ഞാൻ എഗെയിൻ ആവർത്തിച്ച് പറയുകയാണ്, ഞാൻ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളെ എടുത്ത് പറയുന്നതായിരിക്കും. ഇതൊക്കെ നമുക്ക് ജസ്റ്റ് വായിച്ച് പോകേണ്ട കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. അവരെ സംബന്ധിച്ച് അവർക്കത് എക്സാമിന് വിശദീകരിച്ച് എഴുതേണ്ട കാര്യങ്ങളാണ് ഇതൊക്കെ. നമുക്ക് പക്ഷേ എക്സാം റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രം നോട്ട് ചെയ്ത് പഠിച്ചാൽ മതി. ഇനി ആറാമത്തെ പറയുന്നത് സാമൂഹിക സ്ഥാപനങ്ങളും സംഘടനകളും. സമൂഹത്തിൽ പ്രവർത്തിക്കുന്ന വിവിധ സ്ഥാപനങ്ങളും സാമൂഹിക സംഘടനകളും പൊതുജനാഭിപ്രായ രൂപീകരണത്തിൽ നിർണായക പങ്കുവഹിക്കുന്നു. മതസ്ഥാപനങ്ങൾ, ജാതിമത സംഘടനകൾ, വിദ്യാർത്ഥി പ്രസ്ഥാനങ്ങൾ, യുവജന പ്രസ്ഥാനങ്ങൾ, സ്ത്രീ സമത്വ പ്രസ്ഥാനങ്ങൾ, തൊഴിലാളി യൂണിയനുകൾ, മനുഷ്യാവകാശ പ്രസ്ഥാനങ്ങൾ, പരിസ്ഥിതി പ്രസ്ഥാനങ്ങൾ, വ്യാപാരി വ്യവസായ സംഘടനകൾ തുടങ്ങിയവയെല്ലാം പൊതുജനാഭിപ്രായ രൂപീകരണത്തിൽ അവരുടേതായ പങ്കുവഹിക്കുന്നു. ഇനി അഭിപ്രായ വോട്ടെടുപ്പ്. വിവിധ സാമൂഹിക, സാംസ്കാരിക, രാഷ്ട്രീയ, സാമ്പത്തിക കാര്യങ്ങളിൽ പൊതു മനോഭാവത്തെയും അഭിപ്രായത്തെയും കുറിച്ചുള്ള വിവരശേഖരണത്തിനുള്ള വളരെ ഫലപ്രദമായ മാർഗമാണ് അഭിപ്രായ വോട്ടെടുപ്പ്. ഇതിൽ ജനസംഖ്യയുടെ ഒരു സാമ്പിൾ തിരഞ്ഞെടുത്ത് അവരിലൂടെ വിഷയത്തെ സംബന്ധിച്ചുള്ള അഭിപ്രായം ആരായുന്നു. ഈ അഭിപ്രായത്തെ അടിസ്ഥാനമാക്കി പൊതുജന അഭിപ്രായം രൂപപ്പെടുത്തുന്നു. അഭിപ്രായ വോട്ടെടുപ്പ് നടത്തുന്നതിനായി ഇന്ന് വിവിധ പ്രൊഫഷണൽ ഏജൻസികൾ പ്രവർത്തിക്കുന്നുണ്ട്. അടുത്ത കലയും സാഹിത്യവുമാണ്. ഇതിൻ്റെ അകത്ത് കൊടുത്തേക്കുന്നത് ചണ്ടാല ഭിക്ഷുകിയിലെ ഒരു ചെറിയൊരു പോർഷനാണ്. അപ്പം അത് ഞാൻ ജസ്റ്റ് ആദ്യത്തെ ലൈന് വായിക്കുകയാണ്. ദാഹിക്കുന്നു ഭഗിനി എന്ന് പറഞ്ഞാൽ ഇത് നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ അകത്ത് റിപ്പീറ്റ് ചെയ്ത് ചോദിക്കുന്നതാണ് കേട്ടോ. മലയാളത്തിൻ്റെ ഭാഗത്തൊക്കെ ചോദിക്കുന്ന ഒരു കാര്യമാണ്. മലയാളം എന്നല്ല, സാഹിത്യത്തിൻ്റെ ഭാഗത്തിൽ ദാഹിക്കുന്നു ഭഗിനി എന്ന് പറയുന്നത് ആരുടെ കൃതിയാണെന്ന് ചോദിക്കും. അത് കുമാരനാശാൻ്റെ ചണ്ടാല ഭിക്ഷുകിയിൽ നിന്ന് എടുത്തിട്ടുള്ള ഒരു കൃതിയാണ് ദാഹിക്കുന്നു ഭഗിനി എന്ന് പറയുന്ന ആ ഒരു കവിത. മഹാകവി കുമാരനാശാൻ്റെ ചണ്ടാല ഭിക്ഷുകി എന്ന ഖണ്ഡകാവ്യത്തിലെ ചില വരികളാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. ജാതി വ്യവസ്ഥയിൽ നിലനിന്നിരുന്ന അയിത്തം പോലുള്ള ദുരാചാരങ്ങൾക്കെതിരെ പൊതുജനാഭിപ്രായം രൂപപ്പെടുത്തുന്നതിൽ ശക്തമായ സ്വാധീനം ചെലുത്തിയ കൃതിയാണ് ചണ്ടാല ഭിക്ഷുകി. ഓരോ കാലത്തെയും കലയും സാഹിത്യവും സിനിമയുമെല്ലാം അതത് കാലത്തെ പൊതുജനാഭിപ്രായം രൂപപ്പെടുന്നതിന് വളരെയധികം സ്വാധീനിക്കാറുണ്ട്. പാട്ടബാക്കി ഇതെന്ന് പറയുന്നത് മലയാളത്തിലെ ആദ്യത്തെ രാഷ്ട്രീയ നാടകമാണ് പാട്ടബാക്കി എന്ന് പറയുന്നത്. അടുത്തത് അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക്, അത് എഴുതിയത് വീട്ടിയാണ് കേട്ടോ. ഇനി അടുത്തത് എന്താണ്? അപ്പോൾ ഇതൊക്കെയാണ് പറയുന്നത്. പാട്ടബാക്കി, അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക് തുടങ്ങിയ രചനകൾ ഒരു കാലത്ത് കേരളത്തിൻ്റെ സാമൂഹ്യ ജീവിതം തന്നെ മാറ്റിമറിക്കുന്നതിൽ നിർണായകമായ പങ്കുവഹിച്ചവയാണ്. വീട്ടി ഭട്ടതിരിപ്പാട് ഞാൻ ജസ്റ്റ് നേരത്തെ പറഞ്ഞപ്പോൾ മനസ്സിലായിട്ടുണ്ടാവില്ല. വീട്ടി ഭട്ടതിരിപ്പാടാണ് അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക് എന്നുള്ള ആ ഒരു നാടകമാണ് അത് കേട്ടോ. നാടകമാണ് അത് രചിച്ചത് വീട്ടി ഭട്ടതിരിപ്പാട്. ഇനി കേരളത്തിൻ്റെ സാമൂഹിക ജീവിതം തന്നെ മാറ്റിമറിക്കുന്നതിന് നിർണായകമായ പങ്കുവഹിച്ചവയാണ് ഈ പറയുന്ന കൃതികളെല്ലാം.
ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന് പ്രചോദനം നൽകിയ രവീന്ദ്രനാഥ ടാഗോറിൻ്റെയും സുബ്രഹ്മണ്യ ഭാരതിയുടെയും വെള്ളത്തോൾ നാരായണ മേനോൻ്റെയും സാഹിത്യരചനകൾ പൊതുജനാഭിപ്രായ രൂപീകരണ പ്രക്രിയയിൽ പ്രധാന പങ്കു വഹിച്ചിട്ടുള്ളവയാണ്. നിലനിന്നിരുന്ന സാമൂഹിക അനാചാരങ്ങൾക്കെതിരെ ശക്തമായ പൊതുജനാഭിപ്രായം വളർത്തിയെടുക്കാനും അതുവഴി സാമൂഹിക വിപ്ലവത്തിന് തിരികൊളുത്താനും ഓട്ടംതുള്ളൽ, ചാക്യാർകൂത്ത് തുടങ്ങിയ കലാരൂപങ്ങൾക്ക് സാധിച്ചിട്ടുണ്ട്. വിവിധ കലാരൂപങ്ങളും സാഹിത്യരചനകളുമെല്ലാം നിങ്ങളുടെ അഭിരുചികളെയും താല്പര്യങ്ങളെയും സ്വാധീനിക്കാറില്ലേ എന്ന് ചോദിക്കുന്നുണ്ട്. പൊതുജനാഭിപ്രായ രൂപീകരണത്തിന് വിഘാതമാകുന്ന ഘടകങ്ങൾ. പൊതുജനാഭിപ്രായം ശക്തമാകുന്നിടത്ത് ജനാധിപത്യം ശക്തിപ്പെടും. ജനാധിപത്യത്തിൻ്റെ പരിമിതികളെ ശക്തമായ പൊതുജനാഭിപ്രായം കൊണ്ട് തിരുത്തുവാനും ശരിയായ ദിശയിലേക്ക് നയിക്കുവാനും സാധിക്കും. എന്നാൽ സമൂഹത്തിൽ പൊതുജനാഭിപ്രായം രൂപപ്പെടുത്തുന്നതിന് തടസ്സമായി നിൽക്കുന്ന ചില ഘടകങ്ങളുണ്ട്. ഏതൊക്കെയാണ്? ഫസ്റ്റ് വൺ, നിരക്ഷരത. അതായത് എഴുത്തും വായനയൊന്നും അറിയാത്ത ആളുകളാണെങ്കിൽ അവർക്ക് അവരുടെ പൊതുജനാഭിപ്രായം ശരിക്കും പങ്കുവയ്ക്കാൻ പറ്റില്ല എന്നാണ് പറയുന്നത്. ഒന്ന് വായിച്ചു നോക്കാം. നിരക്ഷരരായ ജനങ്ങൾക്ക് പൊതുപ്രശ്നങ്ങളെക്കുറിച്ച് പരിമിതമായ അറിവുകൾ മാത്രമേ ഉണ്ടായിരിക്കുകയുള്ളൂ. അവർക്ക് യുക്തിപരമായ അഭിപ്രായങ്ങൾ രൂപീകരിക്കുന്നതിന് വേണ്ടത്ര ശേഷി ഉണ്ടായിക്കാണണമെന്നില്ല. ഇനി അടുത്ത ഡിജിറ്റൽ വിഭജനം. ഇൻ്റർനെറ്റ്, കമ്പ്യൂട്ടർ, സ്മാർട്ട് ഫോൺ തുടങ്ങിയ ആധുനിക വിവര സാങ്കേതിക വിദ്യയിലേക്കുള്ള പ്രാപ്തതയിലൂടെ ഉണ്ടാകുന്ന വിടവാണ് ഡിജിറ്റൽ വിഭജനം. ഇത് ഫലപ്രദമായ പൊതുജനാഭിപ്രായ രൂപീകരണത്തിന് തടസ്സമുണ്ടാക്കുന്നു. അതായത് നമുക്ക് ഈ ഡിജിറ്റൽ ഡിവൈസുകളെ കുറിച്ചൊന്നും ശരിയായ അറിവില്ലെങ്കിൽ പൊതുജനാഭിപ്രായം പറയുന്നതിൽ തടസ്സം ഉണ്ടാവുമെന്നാണ് പറയുന്നത്. കാരണം ഇപ്പോൾ എന്ന് പറയുന്നത് ഒരു ഡിജിറ്റൽ യുഗമാണല്ലോ. അങ്ങനെയുള്ള യുഗത്തിൽ നമ്മൾ പല ആളുകളും അവരുടെ പ്രശ്നങ്ങളൊക്കെ ഈ പറയുന്ന ഡിജിറ്റൽ മാർഗം വഴിയൊക്കെയാണ് അറിയിക്കുന്നത്. അപ്പോൾ അതൊന്നും അറിവില്ലാത്ത ആളുകൾക്ക് ഇതൊക്കെ ഒരു പ്രശ്നമായിട്ട് വരും. അടുത്ത വന്നത് ദാരിദ്ര്യം. ദാരിദ്ര്യം അനുഭവിക്കുന്ന വിഭാഗങ്ങൾ പലപ്പോഴും പൊതുജന കാര്യങ്ങളിൽ നിന്ന് ഒറ്റപ്പെട്ട് നിൽക്കുന്നവരായിരിക്കും. അതുകൊണ്ട് തന്നെ പൊതു വിഷയങ്ങളെക്കുറിച്ചുള്ള അഭിപ്രായ രൂപീകരണത്തിൽ ഇവർക്ക് വേണ്ട രീതിയിൽ ഇടപെടാൻ സാധിക്കില്ല. അതായത് ദാരിദ്ര്യത്തിലൊക്കെ നിൽക്കുന്ന ആളുകൾ അവരെങ്ങനെയെങ്കിലും ജോലി ചെയ്ത് അന്നേക്കുള്ള ആഹാരം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ശ്രമിക്കുക. അതല്ലാതെ ഇങ്ങനൊരു പ്രശ്നമുണ്ട് സമൂഹത്തിൽ എന്നൊക്കെ പറഞ്ഞിട്ട് അവരതിന് വേണ്ടിയിട്ടൊന്നും ഇടപെടാൻ വേണ്ടി പോകില്ല. അവരെ സംബന്ധിച്ച് ഏറ്റവും വലിയ പ്രശ്നം എന്താണ്? പട്ടിണിയാണ്. അതാണ് ഒരു പോയിന്റ്. അനാരോഗ്യമായ രാഷ്ട്രീയ പ്രവർത്തനവും രാഷ്ട്രീയ പാർട്ടികളിലെ ജനാധിപത്യ രാഹിത്യവും. രാഷ്ട്രീയ പ്രവർത്തനങ്ങളിലെ പക്ഷപാതവും ജനങ്ങൾക്കിടയിലെ ധ്രുവീകരണ പ്രവർത്തനങ്ങളും പൊതുജനാഭിപ്രായ രൂപീകരണത്തിന് വിഘാതം സൃഷ്ടിക്കുന്ന ഘടകങ്ങളാണ്. തിരഞ്ഞെടുപ്പ് പ്രചരണ രംഗത്തെ തെറ്റായ പ്രവണതകൾ. തിരഞ്ഞെടുപ്പ് സമയങ്ങളിൽ വോട്ടർമാരെ സ്വാധീനിക്കുന്നതിനായി നടക്കുന്ന അനാരോഗ്യകരമായ പ്രവണതകൾ യഥാർത്ഥ പൊതുജനാഭിപ്രായം പ്രതിഫലിക്കുന്നതിന് തടസ്സമാകാറുണ്ട്. ഇവയ്ക്ക് പുറമെ അഴിമതിയും പ്രാദേശികവാദവും മറ്റ് സാമൂഹിക, സാമ്പത്തിക, സാംസ്കാരിക, വിഭാഗീയ താൽപ്പര്യങ്ങളും വ്യക്തിയാരാധയുമല്ല യഥാർത്ഥ പൊതുജന അഭിപ്രായത്തെ ഹനിക്കുന്ന ഘടകങ്ങളാണ്. ഒരു രാജ്യത്തെ മുഴുവൻ ജനങ്ങൾക്കും തുല്യമായ പങ്കാളിത്തം ഉറപ്പുവരുത്തുന്ന രാഷ്ട്രീയ വ്യവസ്ഥിതിയാണല്ലോ ജനാധിപത്യം. ജനാധിപത്യം എന്ന് പറയുമ്പോൾ എല്ലാവർക്കും പങ്കാളിത്തം ഉറപ്പാക്കുന്നുണ്ട് എന്നാണ് പറയുന്നത്. ജനാധിപത്യം ഉറപ്പുവരുത്തുന്ന സംവിധാനം എന്ന നിലയ്ക്ക് ജനാധിപത്യ സർക്കാരുകൾ അതിൻ്റെ നയങ്ങളും പരിപാടികളും രൂപപ്പെടുത്തുന്നത് ജനങ്ങളുടെ അഭിപ്രായങ്ങൾ, താൽപ്പര്യങ്ങൾ എന്നിവ പരിഗണിച്ചുകൊണ്ടാണ്. കൂടാതെ ജനാധിപത്യ സംവിധാനത്തിൽ നടക്കുന്ന തിരഞ്ഞെടുപ്പുകളെ മുഖ്യമായി സ്വാധീനിക്കുന്നതും ജനങ്ങളുടെ അഭിപ്രായമാണ്. ജനാധിപത്യ സംവിധാനത്തിൽ പൗരസമൂഹം ഭരണാധികാരികളെ നിരന്തരമായ വിമർശനങ്ങളിലൂടെ ഉത്തരവാദിത്തമുള്ളവരാക്കി തീർക്കും. അധികാരപ്രയോഗങ്ങളെ ചോദ്യം ചെയ്യാനും നിയമവാഴ്ചയെ ക്രമപ്പെടുത്താനും പൊതുജനാഭിപ്രായം കൊണ്ട് സാധിക്കും. അങ്ങനെയൊരു സമൂഹത്തിൽ പൗരരുടെ അവകാശങ്ങളും കർത്തവ്യങ്ങളെയും കുറിച്ച് ജനങ്ങൾ തികച്ചും ബോധവാന്മാരായിരിക്കും. സ്വേച്ഛാധികാരവും ഏകാധിപത്യ പ്രവണതകളും പൊതുജനാഭിപ്രായം ശക്തിപ്പെട്ട സമൂഹത്തിൽ തടയപ്പെടുകയും പൗരരുടെ അവകാശങ്ങളും സ്വാതന്ത്ര്യവും സംരക്ഷിക്കപ്പെടുകയും ചെയ്യുന്നു. പൊതുജനാഭിപ്രായം ശക്തിപ്പെട്ട സമൂഹത്തിൽ ഓരോ വിഷയവും വിമർശനാത്മകമായി വിലയിരുത്തപ്പെടുകയും അത് രാഷ്ട്രീയ പാർട്ടികളെ ഉത്തരവാദിത്തമുള്ളവരാക്കി തീർക്കുകയും ചെയ്യുന്നു. ജനങ്ങളുടെ സഞ്ചിതമായ അഭിപ്രായം എന്ന നിലയ്ക്ക് പൊതുജനാഭിപ്രായം ജനാധിപത്യ സംവിധാനത്തിൽ മുഖ്യ പങ്കുവഹിക്കുന്നു. അപ്പോൾ ഈ ഒരു ചാപ്റ്റർ ഇത് ഇത്രയേ ഉള്ളൂ. ഇത് നമുക്കങ്ങനെ പ്രത്യേകിച്ച് എടുത്ത് പഠിക്കാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ചെറിയ ചെറിയ പോയിൻറ്റ്സ് മാത്രം. അതും ഈ ഒരു ചാപ്റ്ററിനെ സംബന്ധിക്കുന്ന ഒന്നല്ല, നമുക്കല്ലാതെ തന്നെ ഈ പറയുന്ന നമ്മുടെ സാഹിത്യത്തിൻ്റെ ഭാഗത്തും അതല്ലാതെ
അങ്ങനെയുള്ള ഭാഗത്ത് നിന്ന് പഠിക്കേണ്ട കാര്യങ്ങളൊക്കെ ഇതിൻ്റെ അകത്ത് സ്ട്രൈക്ക് ചെയ്ത് പറയാൻ മാത്രമേ ഉള്ളൂ. ബാക്കിയൊക്കെ നമുക്കൊന്ന് വായിച്ചാൽ മനസ്സിലാവുന്ന കാര്യങ്ങൾ മാത്രമേ ഈ ഒരു ചാപ്റ്ററിൻ്റെ അകത്ത് പറയുന്നുള്ളൂ. അപ്പോൾ എല്ലാവർക്കും ക്ലാസ് ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് ലൈക്കും സബ്സ്ക്രൈബും ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യാം.